ഖാലിദീന ഫീഹി വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംലാ. അങ്ങനെയുള്ളവരൊക്കെയും ആ ദുരവസ്ഥയിൽ ശാശ്വതമായി അകപ്പെടുന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ഈ പാപഭാരം അവർക്ക് അതീവ ദുസ്സഹം തന്നെയായിരിക്കും. ഖുർആനിൽ നിന്ന് മുഖം തിരിക്കുകയും അതിന്റെ മാർഗദർശനങ്ങൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവർ മുഹമ്മദ് നബിക്കോ അദ്ദേഹത്തെ നിയോഗിച്ച അല്ലാഹുവിനോ ഒരു ദോഷവും ചെയ്യുന്നില്ല. മറിച്ച് അവർക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് എന്ന് ഇതിനു മുമ്പ് വിശദമാക്കിയിട്ടുണ്ട്. ഈ വിഡ്ഢിത്തം മുഖേന താൻ തന്റെ തന്നെ ശത്രുവായി തീരുക എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള മറ്റൊരു സംഗതി ഇതാണ്: ഖുർആന്റെ ഈ മാർഗദർശനം ലഭിച്ച ശേഷം അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഘോരമായ പാരത്രിക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. സൂക്തത്തിലെ പദങ്ങൾ നിരുപാധികമാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഒരു പ്രത്യേക രാജ്യത്തിനോ ജനതയ്ക്കോ കാലഘട്ടത്തിനോ മാത്രം ബാധകമല്ല. വിശുദ്ധ ഖുർആൻ ഇഹലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ സന്ദേശം ലഭിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മുന്നിൽ രണ്ട് മാർഗമേയുള്ളൂ. ഒന്ന്, അത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. രണ്ട്, അവിശ്വസിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുക. ഇതിൽ ആദ്യത്തെ മാർഗം അവലംബിക്കുന്നവരുടെ പരിണതി തുടർന്ന് വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തെ മാർഗം അവലംബിക്കുന്നവരുടെ പരിണതിയാണ് ഈ സൂക്തത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. യൗമ ينفخ في الصور ونحشر المجرمين يومئذ زرقا. കാഹളം ഊതപ്പെടുന്ന ദിവസം നാം പാപികളെ സംഭ്രമത്താൽ കണ്ണ് നീലിച്ചവരായി ഒരുമിച്ചു കൂട്ടുന്നു. കാഹളം, കുഴൽ, ക്ലാർനെറ്റ് തുടങ്ങിയ ഉപകരണങ്ങളാണ് സൂർ എന്നതുകൊണ്ട് ഉദ്ദേശ്യം. ഇന്ന് സൈന്യങ്ങളെ വിളിച്ചുകൂട്ടാനും പിരിച്ചുവിടാനും അവർക്ക് നിർദ്ദേശം നൽകാനുമൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ളത് സൂര്യനു പകരം ബ്യൂഗിളാണ്. പ്രാപഞ്ചിക നിയമങ്ങൾ മനസ്സിലാക്കിത്തരാൻ മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ ആവിഷ്കരിച്ച് അനുവർത്തിച്ചു വരുന്ന അതേ ശൈലിയും സങ്കേതങ്ങളും തന്നെയാണ് അല്ലാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ വിഭാവനയെ യഥാർത്ഥ അവസ്ഥയോട് അടുപ്പിക്കുക എന്നതാണ് ഈ പദങ്ങളും സങ്കേതങ്ങളും ഉപയോഗിക്കുന്നതിന്റെ ലക്ഷ്യം. അല്ലാതെ ദൈവിക സാമ്രാജ്യത്തിന്റെ വ്യവസ്ഥകളുടെ വിവിധ വശങ്ങളെ പരിമിതങ്ങളായ അർത്ഥങ്ങളിൽ മാത്രം ഉൾക്കൊള്ളുകയോ പരിമിതങ്ങളായ ഈ ചിത്രങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരിചയിച്ചിട്ടുള്ള അതേ കാര്യങ്ങളായി കണക്കാക്കുകയോ ചെയ്യുക എന്നതല്ല. പുരാതന കാലം മുതൽക്കേ ആളുകൾ സമ്മേളിക്കാനും സുപ്രധാനമായ വിളംബരങ്ങൾ അറിയിക്കാനും സൂർ, ബ്യൂഗിൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നാം ഉപയോഗിക്കുന്ന കാഹളം പോലുള്ള ഒരു ഉപകരണത്തിൽ അന്ത്യനാളിൽ ഊതപ്പെടുമെന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ഈ ഉപകരണത്തിൽ ഒന്നാമത്തെ പ്രാവശ്യം ഊതുന്നതോടെ എല്ലാ ജീവജാലങ്ങളെയും മരണം വിഴുങ്ങിക്കളയും. ഒരിക്കൽ കൂടി ഊതുമ്പോൾ എല്ലാവരും ജീവനോടെ എഴുന്നേറ്റ് ഭൂമിയുടെ മുക്കുമൂലകളിൽ നിന്ന് വിചാരണ മൈതാനിയിലേക്ക് നടക്കുന്നു. കൂടുതൽ വിശദീകരണത്തിന് അൻ-നംൽ 87-ാം സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക. ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സുർഖൻ എന്ന പദം അസ്റഖ് എന്ന പദത്തിന്റെ ബഹുവചന രൂപമാണ്. ചില ആളുകൾ അതിന്റെ വിവക്ഷ ഇപ്രകാരമാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു: ആ ദിനത്തിൽ ആളുകൾ വെളുപ്പ് കലർന്ന നീലവർണ്ണമുള്ളവരായിത്തീരും. കാരണം ഭയവും വിഭ്രാന്തിയും നിമിത്തം അവരുടെ സിരകൾ വരണ്ടുപോവുകയും ദേഹത്തിൽ ഒരു തുള്ളി രക്തം പോലും ഓടാത്ത അവസ്ഥയിൽ അകപ്പെടുകയും ചെയ്യും. മറ്റു ചിലർ ഈ വാക്കിന് പൂച്ചകളുടേതുപോലെ ചാരവർണ്ണത്തിലുള്ള നേത്രങ്ങളുള്ളവർ എന്ന അർത്ഥമാണ് കൽപ്പിച്ചിരിക്കുന്നത്. അവർ നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഭീതിയും അന്ധാളിപ്പും കാരണം അന്ന് ആളുകളുടെ കണ്ണുകൾ കല്ലുകളായിത്തീരുന്നു. മനുഷ്യന്റെ നേത്രങ്ങൾ നിർജീവമാകുമ്പോൾ നേത്രപടലങ്ങൾ വെളുത്തുപോവുക സ്വാഭാവികമാണ്. യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റാ. ആ നാളിൽ അവർ പരസ്പരം പിറുപിറുക്കും: ഭൂമിയിൽ നിങ്ങൾ കഷ്ടിച്ച് 10 ദിവസമേ കഴിഞ്ഞുകൂടിയിട്ടുണ്ടാവൂ. മറ്റൊരർത്ഥം ഇങ്ങനെയുമാവാം: മരണാനന്തരം ഇന്നുവരേക്കും നിങ്ങൾ കഷ്ടിച്ച് 10 ദിവസമേ പിന്നിട്ടിട്ടുണ്ടാകൂ. അന്ത്യദിനത്തിൽ ജനങ്ങൾക്ക് തങ്ങളുടെ ലൗകിക ജീവിതത്തെക്കുറിച്ച് അത് വളരെ ക്ഷണികവും തുച്ഛവുമായിരുന്നുവെന്ന തോന്നലുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ മറ്റു ചില സ്ഥലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മരണം മുതൽ പുനരുത്ഥാനം വരെയുള്ള ഘട്ടത്തെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന തോന്നൽ ഇതേ രീതിയിൽ തന്നെയായിരിക്കും.
സൂറത്തുൽ മുഅ്മിനീൻ 112, 113 സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു അവരോട് ചോദിക്കും, പറയുവിൻ, ഭൂമിയിൽ നിങ്ങൾ എത്ര കാലം വസിച്ചു? അവർ മറുപടി പറയും, ഒരു നാൾ, അല്ലെങ്കിൽ ഒരു നാളിന്റെ കുറച്ചു ഭാഗം ഞങ്ങളവിടെ വസിച്ചിട്ടുണ്ട്. ഗണിതം അറിയുന്നവരോട് ചോദിച്ചാലും. സൂറത്തുർ റൂം 55, 56 സൂക്തങ്ങളിൽ അല്ലാഹു പറയുന്നു, അന്ത്യദിനം നിലവിൽ വരുന്നാളിൽ കുറ്റവാളികൾ ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, തങ്ങൾ മൃതാവസ്ഥയിൽ ഒരു നാഴികയിലധികം വസിച്ചിട്ടേയില്ലെന്ന്. ഈ വിധം അവർ ഭൗതിക ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനവും വിശ്വാസവും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ പറയും, അല്ലാഹുവിന്റെ രേഖയനുസരിച്ച് നിങ്ങൾ പുനരുത്ഥാന നാൾ വരെ വസിച്ചിരിക്കുന്നു. ആ പുനരുത്ഥാന നാൾ തന്നെയാണിത്, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. അന്ത്യദിനത്തിൽ പാപികൾക്ക് തങ്ങളുടെ ഐഹിക ജീവിതവും ബർസഖി ജീവിതവും വളരെ തുച്ഛമായി തോന്നുമെന്നാണ് ഈ സൂക്തങ്ങൾ ഖണ്ഡിതമായി വ്യക്തമാക്കുന്നത്. ഐഹിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ തോന്നാനുള്ള കാരണമിതാണ്. സ്വന്തം ആഗ്രഹത്തിന് തികച്ചും വിരുദ്ധമായി അവർ പരലോകത്തെ ശാശ്വത ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുന്നു. അപാരമായ ആ ജീവിതത്തിലേക്ക് വേണ്ടി ഒന്നും അവർ തയ്യാർ ചെയ്തു വെച്ചിട്ടില്ല. ഈ അവസരത്തിൽ കടുത്ത ദുഃഖത്തോടെ ഐഹിക ജീവിതത്തിലേക്ക് തിരിഞ്ഞുനോക്കി വിരൽ കടിക്കുകയാണ്. 4 നാളത്തെ ആനന്ദത്തിനും ആഹ്ലാദത്തിനും ആഡംബരത്തിനും വേണ്ടി എന്നേക്കുമായി തങ്ങൾ സ്വന്തം കാലിൽ കോടാലി വെക്കുകയാണ് ചെയ്തതെന്ന് അപ്പോഴവർക്ക് ബോധ്യം വരുന്നു. മരണാനന്തരം ഖിയാമത്ത് വരെയുള്ള ഘട്ടം ചെറുതായി തോന്നാനുള്ള കാരണം ഇതാണ്. മരണാനന്തര ജീവിതം അസംഭവ്യമാണെന്നായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. ഖുർആൻ വിവരിച്ച പരലോകത്തിന്റെ ഭൂമിശാസ്ത്രം ഒരിക്കലും അവരുടെ വിചാരമണ്ഡലത്തിന് വഴങ്ങിയിരുന്നില്ല. ഇതേ വിഭാവനയോടെയാണ് ചേതനയുടെയും ബോധത്തിന്റെയും അന്തിമ നിമിഷം പോലും അവർ പിന്നിട്ടത്. ഇപ്പോൾ പെട്ടെന്ന് അവർക്കത് കാണാൻ സാധിക്കുന്നു. അവർ അനന്തര ജീവിതത്തിലേക്ക് ഉണരുകയും അടുത്ത നിമിഷത്തിൽ ഒരു ബ്യൂഗിളിന്റെയോ കാഹളത്തിന്റെയോ വിളിയനുസരിച്ച് എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ബോധം കെടുന്നവൻ, അല്ലെങ്കിൽ സമുദ്രത്തിൽ വീണവൻ, അതുമല്ലെങ്കിൽ സ്വന്തം സ്ഥലത്തുവെച്ച് അപകടത്തിൽപ്പെട്ടവൻ വർദ്ധിച്ച വിഭ്രാന്തിയോടെ ആ സംഭവത്തിനു ശേഷം ഇതുവരെ താൻ എത്ര സമയം പിന്നിട്ടുവെന്ന് ആലോചിക്കുന്നു. തങ്ങളുടെ ജീവിതം ഇഹത്തിൽ അർഹമായ രീതിയിലല്ല കഴിച്ചുകൂട്ടിയതെന്നും തങ്ങൾ പുച്ഛിച്ചു തള്ളുകയും പരിഹസിച്ച് രസിക്കുകയും ചെയ്ത ആ പാരത്രിക ജീവിതത്തിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളതെന്നും വെപ്രാളത്തിനിടയിൽ അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവരെല്ലാം ആദ്യം കരുതുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ അബോധാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഇത്തരമൊരു ആപത്ഘട്ടത്തിലാണ് എനിക്ക് ബോധം തെളിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതോ വൻ വിപത്ത് ബാധിച്ച് ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി എങ്ങോട്ടോ ഓടിയകന്നുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് യാദൃശ്ചികമായി ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആധുനിക കാലത്ത് മരിച്ചുപോയവർ സൂര്യന്റെ ശബ്ദത്തെ ആദ്യമായി കേൾക്കുമ്പോൾ ആകാശാക്രമണത്തിനുള്ള സൈറണായും കരുതിക്കൂടായികയില്ല. نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما. അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം. അവരിൽ കൂടുതൽ സൂക്ഷ്മമായി കണക്കുകൂട്ടുന്നവർ, അല്ല, ഭൂമിയിൽ നിങ്ങൾ ഒരു ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. അതും നാം അറിയുന്നു. ഇതൊരു ഇടവാക്യമാണ്. വിചാരണാ മൈതാനത്ത് സമ്മേളിക്കുന്ന ജനങ്ങൾ രഹസ്യമായി പറയുന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ വിവരിക്കാൻ കഴിയുന്നതെങ്ങനെ എന്ന് ശ്രോതാക്കൾക്കുണ്ടാവുന്ന സംശയം ഇത് ദൂരീകരിക്കുന്നു. وَيَسْأَلُونَكَ عَنِ الْجِبَالِ فَقُلْ يَنسِفُهَا رَبِّي نَسْفًا. അന്നാളിൽ ഈ പർവ്വതങ്ങൾ എവിടെ പോകുമെന്ന് അവർ ചോദിക്കുന്നുവല്ലോ. പറയുക, എന്റെ റബ്ബ് അവയെ ധൂളിയാക്കി പറത്തിക്കളയുന്നതാകുന്നു. ഇതും പ്രഭാഷണത്തിനിടയിൽ ശ്രോതാവിനുണ്ടാകുന്ന സംശയത്തിന്റെ നിവാരണത്തിനു വേണ്ടിയുള്ള സാന്ദർഭിക വചനമാണ്. ഒരു ദിവ്യബോധന പ്രഭാഷണമെന്ന ബോധത്തോടെ ഈ സൂറ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ജിജ്ഞാസുവായ ശ്രോതാവ് ഇടയ്ക്ക് കയറി ഇപ്രകാരം ചോദിക്കുക സ്വാഭാവികമാണ്: അങ്ങ് വരച്ചു കാണിച്ച അന്ത്യദിനത്തിന്റെ ചിത്രത്തിൽ നിന്ന് അന്ന് ലോകത്തെങ്ങുമുള്ള മനുഷ്യരെല്ലാം ഏതോ നിരപ്പായ മൈതാനത്തിൽ ഓടിക്കൂടുമെന്നാണല്ലോ മനസ്സിലാകുന്നത്. അപ്പോൾ ഭൂമിയിലെ പർവ്വതങ്ങൾ എവിടെ പോകും? ഈ ചോദ്യത്തിന്റെ സാങ്കത്യം ബോധ്യപ്പെടാൻ സൂറയുടെ അവതരണ പശ്ചാത്തലവും കൂടി അനുസ്മരിക്കേണ്ടതുണ്ട്.
നാലുപാടും ഉയർന്ന പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മക്ക ഒരു തടാകം പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. തങ്ങൾക്കു ചുറ്റും ഉയർന്നു നിൽക്കുന്ന ആ പർവ്വതങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് ശ്രോതാക്കൾ ഈ ചോദ്യമുന്നയിക്കുന്നത്. അവ അടിച്ചുടച്ച് പൊടിയാക്കുമെന്ന് വഹീന്റെ സൂചനയിൽ നിന്ന് മറുപടിയും ലഭിക്കുന്നു. പർവ്വതങ്ങളെ ധൂളിയാക്കി എല്ലായിടത്തും വിതറി ഭൂമിയെ കുന്നോ കുഴികളോ നിമ്നോന്നതങ്ങളോ വളവോ ചെരിവോ ഒന്നുമില്ലാത്ത ഒരു നിരന്ന മൈതാനമാക്കി മാറ്റും. ഭൂമിയെ അവൻ നിരന്ന മൈതാനമാക്കി വിടുന്നു. നിനക്കതിൽ വളവു തിരിവുകളോ കയറ്റിറക്കങ്ങളോ കാണാനാവില്ല. പരലോകത്ത് വെച്ച് ഭൂമിക്കുണ്ടാകുന്ന രൂപപരിണാമങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സൂറ അൽ ഇൻഷിഖാഖ് 3-ാം സൂക്തത്തിൽ അല്ലാഹു അരുളുന്നു, ഭൂമി നിരപ്പാക്കപ്പെടുമ്പോൾ. സൂറ അൽ ഇൻഫിത്വാർ സൂക്തം 3-ൽ പറയുന്നു, സാഗരങ്ങൾ പിളർക്കപ്പെടുമ്പോൾ ജലമെല്ലാം ഭൂമിക്കടിയിലേക്കിറങ്ങിപ്പോയി സമുദ്രങ്ങൾ ഒഴിഞ്ഞുകിടക്കുമെന്നായിരിക്കാം വിവക്ഷ. സമുദ്രങ്ങൾ കവിഞ്ഞൊഴുകുകയോ വരണ്ടുപോവുകയോ ചെയ്യുമ്പോൾ പർവ്വതങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ച് ഭൂമി മുഴുവൻ ഒരു നിരന്ന മൈതാനമാക്കുമെന്നാണ് സൂറ അത്തക്വീറിൽ പറയുന്നത്. ഈ വിവരണത്തിൽ നിന്ന് നമ്മുടെ ഭാവനയിൽ വരുന്ന ചിത്രമിതാണ്. പരലോകത്ത് വെച്ച് ഭൂഗോളത്തിലെ സമുദ്രങ്ങളെല്ലാം നികത്തിയും പർവ്വതങ്ങൾ തകർത്തും കാടുകൾ നശിപ്പിച്ചും ഭൂതലം ഉയർച്ചയും താഴ്ചയുമില്ലാത്ത പന്തിന്റെ പ്രതലം പോലെയാക്കി മാറ്റും. ഈ രൂപത്തെക്കുറിച്ച് തന്നെയാണ് സൂറ ഇബ്രാഹിം 48-ാം സൂക്തത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഭൂമി ഈ ഭൂമിയല്ലാതാക്കി മാറ്റപ്പെടുന്ന ദിനം. ഭൂമിയിൽ വെച്ചായിരിക്കും വിചാരണയ്ക്ക് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടുന്നതും അല്ലാഹു അവന്റെ നീതി നടത്തുന്നതും. പിന്നീട് ഭൂമിയുടെ അന്തിമവും ശാശ്വതവുമായ ആകൃതിയും അതുതന്നെയായിരിക്കുമെന്നാണ് സൂറ അസ്-സുമർ 74-ാം സൂക്തം പഠിപ്പിക്കുന്നത്. മുത്തഖികൾ പറയും, ഞങ്ങളോടുള്ള വാഗ്ദത്തം സാക്ഷാത്കരിച്ചു തരികയും ഞങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. ഇനി സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് സ്ഥലം പിടിക്കാമല്ലോ. പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എന്തുമാത്രം വിശിഷ്ടം. അവസാനം ഭൂമി ഒരു സ്വർഗ്ഗഗോളമാവുകയും സുകൃതികളും സൂക്ഷ്മതയുള്ളവരുമായ ദേവദാസന്മാർ അതിന്റെ ശാശ്വത അവകാശികളാവുകയും ചെയ്യുമെന്ന് വാക്യം സ്പഷ്ടമാക്കുന്നു. അന്ന് മുഴുവൻ ഭൂമിയും ഒറ്റ ദേശമാകും. ഭൂമിയെ ഇന്ന് നാം കാണുന്ന എണ്ണമറ്റ ദേശങ്ങളും രാഷ്ട്രങ്ങളുമാക്കി വേർതിരിക്കുകയും അതുവഴി മാനവികതയെ തന്നെ വിവേചിക്കുകയും ചെയ്യുന്ന പർവ്വതങ്ങളും സമുദ്രങ്ങളും നദികളും മരുഭൂമികളും അന്നുണ്ടായിരിക്കുകയില്ല. സുഹാബികളിൽപ്പെട്ട ഇബ്നു അബ്ബാസും ഖതാദയും ഇപ്രകാരം അഭിപ്രായപ്പെട്ടിരിക്കുന്നു, സ്വർഗം ഈ ഭൂമിയിൽ തന്നെയായിരിക്കും. സൂറ അൻ-നജ്മിലെ 14-15 സൂക്തങ്ങളെ അവർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, രക്തസാക്ഷികളുടെ ആത്മാക്കളെ പാർപ്പിച്ചിട്ടുള്ള സ്വർഗമാകുന്നു ഇതുകൊണ്ടുദ്ദേശ്യം. وخشعت الأصوات للرحمن فلا تسمع إلا همسا. അന്നാളിൽ സകല ജനവും ഒരു വിളിയാളന്റെ വിളിയെ ഒട്ടും തെറ്റാതെ പിന്തുടരുന്നതാകുന്നു. ശബ്ദങ്ങളെല്ലാം കരുണാവാരിധിയായ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഒതുങ്ങിപ്പോകും. നേരിയൊരു മർമ്മരമല്ലാതൊന്നും നീ കേൾക്കുകയില്ല. ആയത്തിലുള്ള ഹംസൻ എന്ന പദം കാലൊച്ച, അടക്കിപ്പിടിച്ച് സംസാരിക്കുന്ന മുഴക്കം, ഒട്ടകങ്ങളുടെ ചലനത്തിന്റെ ശബ്ദം തുടങ്ങിയ നേരിയ ശബ്ദങ്ങളെ കുറിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഉദ്ദേശ്യമിതാണ്, അവിടെ ഒരുവിധ ഒച്ചപ്പാടും ഉണ്ടാവില്ല. നടന്നു പോകുന്നവരുടെ കാലൊച്ചയും അടക്കിപ്പിടിച്ച് സംസാരിക്കുന്നവരുടെ പിറുപിറുപ്പുമല്ലാതെ ഒന്നും കേൾക്കുകയുമില്ല. തികച്ചും പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا. അന്ന് ശുപാർശ ഫലപ്പെടുകയില്ല. കരുണാവാരിധിയായ അല്ലാഹു ആർക്കെങ്കിലും അതിനനുമതി അരുളുകയും അവന്റെ വാക്ക് അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്താലല്ലാതെ. ഈ സൂക്തം രണ്ടു വിധത്തിൽ ഭാഷാന്തരം ചെയ്യാം. ഒന്ന് ആയത്തിൽ കൊടുത്തിട്ടുള്ളത് തന്നെ.
അന്ന് ശിപാർശ ഫലപ്പെടുകയില്ല. ആരുടെയെങ്കിലും കാര്യത്തിൽ അല്ലാഹു അതിനനുവദിക്കുകയും അയാൾക്കു വേണ്ടി സംസാരിക്കുന്നത് കേൾക്കാൻ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്താലല്ലാതെ എന്നാണ് രണ്ടാമത്തെ തർജ്ജമ. സൂക്തത്തിലെ പദങ്ങൾ ഈ രണ്ടാശയങ്ങളും ഉൾക്കൊള്ളാവുന്ന വിധമാണ്. യാഥാർത്ഥ്യവും അതുതന്നെയാണ്. ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പോലും ഭയപ്പെടുന്ന ആ അന്തരീക്ഷത്തിൽ ശിപാർശയ്ക്കു വേണ്ടി ശബ്ദിക്കാൻ ആരാണ് ധൈര്യപ്പെടുക? അല്ലാഹു സംസാരിക്കാൻ അനുവാദം നൽകിയവർക്ക് മാത്രമേ ശിപാർശ ചെയ്യാൻ സാധിക്കൂ. അതും ശിപാർശ ചെയ്യപ്പെടാൻ ദൈവിക രാജധാനിയിൽ നിന്ന് അവകാശം ലഭിച്ചവരുടെ കാര്യത്തിൽ മാത്രം. ഈ രണ്ട് സംഗതികളും ഖുർആനിൽ പലയിടത്തും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറ അൽ ബഖറ 255 സൂക്തത്തിൽ അല്ലാഹു അരുളുന്നു, അവന്റെ സമക്ഷത്തിൽ അനുമതി കൂടാതെ ശിപാർശ ചെയ്യാൻ കഴിയുന്നവനാര്? സൂറ അന്നബ 38 സൂക്തത്തിൽ പറയുന്നു, ആത്മാവും മലക്കുകളും അണിയണിയായി നിലകൊള്ളും നാളിൽ യാതൊരാളും സംസാരിക്കുന്നതല്ല, കരുണാവാരിധിയായവൻ അനുമതി കൊടുക്കുകയും ശരിയായത് പറയുകയും ചെയ്യുന്നവനല്ലാതെ. സൂറ അൽ അംബിയ 28 സൂക്തത്തിൽ പറയുന്നു, അവർ ആർക്കും ശിപാർശ ചെയ്യുകയില്ല, ആർക്കുവേണ്ടി ശിപാർശ കേൾക്കുന്നത് അല്ലാഹു തൃപ്തിപ്പെടുന്നുവോ അവർക്കു വേണ്ടിയല്ലാതെ. അവർ അവനോടുള്ള ഭയത്താൽ വിറകൊള്ളുന്നു. സൂറത്തുൻ നജ്മ് 26 സൂക്തത്തിൽ പറയുന്നു, വാനലോകത്ത് എത്ര മലക്കുകളാണുള്ളത്, അവരുടെ ശിപാർശ അല്പവും പ്രയോജനപ്പെടുകയില്ല. അല്ലാഹു ശിപാർശ കേൾക്കാൻ ഉദ്ദേശിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തവർക്ക് അവൻ അനുമതി നൽകിയ ശേഷമല്ലാതെ. يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِهِ عِلْمًا. ജനങ്ങളുടെ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ സകല സംഗതികളും അവൻ അറിയുന്നു. ജനത്തിനോ അവനെ സംബന്ധിച്ച പൂർണ്ണജ്ഞാനമില്ല. ശിപാർശയിൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്തിനെന്ന് വ്യക്തമാക്കുകയാണിവിടെ. ആരാണ് കുറ്റവാളി? ആരെല്ലാം ഇഹലോകത്ത് എന്തെല്ലാം ചെയ്തു? അല്ലാഹുവിന്റെ നീതി അനുസരിച്ച് ഒരുവൻ എന്തെല്ലാം പ്രവർത്തനങ്ങളോടും ചര്യകളോടും ഉത്തരവാദിത്വങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്നും മലക്കുകൾക്കോ പ്രവാചകന്മാർക്കോ വലിയുകൾക്കോ അറിയുകയില്ല, അറിയാൻ കഴിയുകയുമില്ല. മറിച്ച് അല്ലാഹുവാകട്ടെ ഓരോരുത്തരുടെയും കഴിഞ്ഞകാല റെക്കോർഡുകളും വ്യവഹാരങ്ങളും നന്നായി അറിയുന്നവനാണ്. ഇപ്പോൾ അവരുടെ നിലപാട് എന്തെന്നുകൂടി അവൻ വ്യക്തമായി അറിയുന്നു. നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് നല്ലവൻ, പാപിയാണെങ്കിൽ ഏതു നിലപാടിലുള്ള പാപി, മാപ്പർഹിക്കുന്നവനോ അല്ലാത്തവനോ, അവൻ മുഴുവൻ ശിക്ഷയും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണോ അതല്ല ഇളവിനും വിട്ടുവീഴ്ചയ്ക്കും അർഹനാണോ? ഇതേക്കുറിച്ചും അല്ലാഹുവിന് ഖണ്ഡിതമായ ജ്ഞാനമുണ്ട്. ഈ അവസ്ഥയിൽ മലക്കുകൾക്കും പ്രവാചകന്മാർക്കും സുകൃതികൾക്കും ശിപാർശയ്ക്കുള്ള തുറന്ന സ്വാതന്ത്ര്യം നൽകുകയും അവരെല്ലാം ആർക്കുവേണ്ടിയും എന്തും ശിപാർശ നടത്തുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഒരു സാധാരണ ഓഫീസർ തന്റെ ഓഫീസിൽ എല്ലാ സ്നേഹിതന്മാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ശിപാർശ സ്വീകരിക്കാൻ തുടങ്ങിയാൽ 4 നാൾ കൊണ്ട് ആ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നിരർത്ഥമാവുകയും സ്തംഭിക്കുകയും ചെയ്യുന്നു. എന്നിരിക്കെ ആകാശഭൂമികളുടെ പരിപാലകന്റെ സന്നിധി ശിപാർശകളുടെ തിരക്ക് പിടിച്ച മാർക്കറ്റായി തീരുമെന്നും മഹാത്മാക്കളെല്ലാം തങ്ങൾക്കിഷ്ടപ്പെട്ടവർക്കു വേണ്ടി അവിടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുമെന്നും എങ്ങനെ പ്രതീക്ഷിക്കാം? തങ്ങൾ ആർക്കുവേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവരുടെ ജീവിത റെക്കോർഡുകളെക്കുറിച്ച് യാതൊന്നും ഈ മഹാന്മാർക്കറിഞ്ഞുകൂടാ. ഇഹലോകത്തെ സ്വൽപ്പം ഉത്തരവാദിത്വബോധമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നിലപാടെന്തായിരിക്കുമെന്ന് ഒന്നോർത്തു നോക്കുക. ഒരു കുറ്റവാളിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ ശുപാർശയുമായി വരികയാണെങ്കിൽ ആ ഓഫീസർ പറയും, ഇയാൾ എത്ര വലിയ കൈക്കൂലിക്കാരനും അക്രമിയും അഴിമതിക്കാരനും ജനദ്രോഹിയുമാണെന്ന് താങ്കൾക്കറിയില്ല. എന്നാൽ അയാളുടെ ചെയ്തികളെപ്പറ്റി എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കൾ അയാൾക്കു വേണ്ടി എന്നോട് സംസാരിക്കരുത്. ഈ ചെറിയ ഉദാഹരണത്തെ അധികരിച്ച് ചിന്തിച്ചു നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാകും. ഈ സൂക്തത്തിൽ ശിപാർശയെക്കുറിച്ച് പറഞ്ഞ ഉപാധികൾ എത്രമാത്രം ശരിയും യുക്തിസഹവും നീതിപൂർവകവുമാണെന്ന്. ദൈവസന്നിധിയിൽ ശിപാർശയുടെ കവാടം കൊട്ടിയടയ്ക്കപ്പെടുകയില്ല. ഇഹത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികളോട് സഹാനുഭൂതിയോടെ വർത്തിച്ചിരുന്ന നല്ല ദാസന്മാർക്ക് പരലോകത്തും തങ്ങളുടെ കാരുണ്യം പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ശിപാർശ ചെയ്യുന്നതിനു മുമ്പ് അവർ അതിനുള്ള അനുവാദം തേടേണ്ടതുണ്ട്. ആർക്കുവേണ്ടിയാണോ അല്ലാഹു അവരെ സംസാരിക്കാൻ അനുവദിച്ചത് അവർക്കുവേണ്ടി മാത്രമേ ശിപാർശ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതും
അർഹവും സത്യനിഷ്ഠവുമായിരിക്കുക എന്നതും ശുപാർശയുടെ മറ്റുപാധികളാണ്. സൂറ അൻ-നബഅ 38 സൂക്തത്തിലെ അവൻ ശരി പറയുകയും ചെയ്യുന്നു എന്ന വാക്യം അതാണ് കുറിക്കുന്നത്. അനർഹമായ ശുപാർശകൾക്ക് അനുവാദം നൽകപ്പെടുകയില്ല. ഇഹത്തിൽ ലക്ഷക്കണക്കിന് പാതകങ്ങൾ പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് ദേവദാസന്മാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്തവനുണ്ടല്ലോ, അയാൾക്കു വേണ്ടി ഏതെങ്കിലും ഒരു മഹാത്മാവിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവേ, ഇദ്ദേഹത്തെ പ്രത്യേകം പരിഗണിച്ച് അനുഗ്രഹിക്കണം, ഇദ്ദേഹം എന്റെ സ്വന്തം ആളാണ് എന്നിങ്ങനെ ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല.